സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പോൾ അറിയേണ്ടത്, നിലവിൽ ശബരിമലയിൽ വൈദ്യുതി വിതരണത്തിന്റെ ചുമതല ആർക്കാണ്? സംശയം എന്താണ്? KSEBക്ക് തന്നെ. ശബരിമലയിൽ, അതായത് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലും വൈദ്യുതി ഉപയോഗം കൂടുതലും എപ്പോഴാണ്? മണ്ഡല മകരവിളക്ക് കാലത്തും മാസപൂജ ദിവസങ്ങളിലുമാണ് വൈദ്യുതി ഉപയോഗമുള്ളത്. ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വർഷം എത്ര രൂപയൊക്കെയാണ് വൈദ്യുതി ബില്ല് വരുന്നത്? സന്നിധാനം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിലായി 130 വൈദ്യുതി കണക്ഷനുകൾ ദേവസ്വം ബോർഡിനുണ്ട്. വർഷം 7 കോടി രൂപ വരെയാണ് വൈദ്യുതി ബില്ല്. ഈ വൈദ്യുതി ചെലവ് കുറയ്ക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പോംവഴി കണ്ടെത്തി. അതിതാണ്: ശബരിമല സന്നിധാനത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് 2 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാം. ശബരിമല സോളാർ പദ്ധതിക്ക് 10 മുതൽ 12 കോടി രൂപ വരെ ചെലവുണ്ട്. അതെങ്ങനെ കണ്ടെത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പദ്ധതി? നെടുമ്പാശ്ശേരി വിമാനത്താവള കമ്പനിയായ സിയാൽ സോളാർ പദ്ധതി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. സിയാൽ ശബരിമലയിൽ സോളാർ പദ്ധതി നടപ്പാക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. ഇതിനാവശ്യമായ ചെലവ് ഫെഡറൽ ബാങ്ക് അവരുടെ CSR ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിന് പദ്ധതി നടപ്പാക്കാൻ ആളായി, പദ്ധതിയുടെ ചെലവ് വഹിക്കാനും ആളായി. പിന്നെ ആർക്കാണ്, എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? പ്രശ്നം KSEBക്കാണ്. ശബരിമലയിൽ സോളാർ പദ്ധതി നടപ്പാക്കിയാൽ ഇപ്പോൾ 6 കോടി രൂപയിലധികം വരുന്ന വൈദ്യുതി ബില്ലിൽ 2.5 കോടി രൂപ മിച്ചം പിടിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. അപ്പോൾ എന്തു പറ്റും? വൈദ്യുതി ബോർഡിന്റെ വരുമാനം കുറയും. അതുതന്നെയാണ് പ്രശ്നം. അതായത് KSEB ഉടക്കിട്ടെന്നാണല്ലേ പറഞ്ഞു വരുന്നത്. ശബരിമല സോളാർ പദ്ധതി നടപ്പാക്കാൻ KSEBക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത്? ശബരിമലയിൽ പകൽ സമയം ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം വൈദ്യുതി ബോർഡിന്റെ ഗ്രിഡിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകേണ്ടി വരുന്നത്. KSEB പറയുന്നത് എന്താണെന്നോ? സോളാർ പദ്ധതി നടപ്പാക്കുമ്പോൾ നിലവിൽ ശബരിമലയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പമ്പ സബ്സ്റ്റേഷന്റെ വിതരണ സംവിധാനത്തിന് പകരം പുതിയ സംവിധാനം സ്ഥാപിക്കണമെന്നാണ്. ശബരിമലയിലെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് സമാന്തരമായൊരു വൈദ്യുത ലൈൻ പദ്ധതിയും ഇതിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഈ സോളാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വൈദ്യുത ലൈൻ വേണമെന്നുള്ള ആവശ്യമില്ല. അതിന് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് അതിനുവേണ്ട സഹായം KSEBയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശബരിമലയിലേക്ക് പുതിയ വൈദ്യുതി വിതരണ ശൃംഖല സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്താണ് തടസ്സം? പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടി വരുന്ന ചെലവായ ചുരുങ്ങിയത് 60 കോടി രൂപ ദേവസ്വം ബോർഡ് വഹിക്കണമെന്ന്. KSEB ഇതിനായി ഒരു പൈസ പോലും ചെലവഴിക്കില്ലെന്ന് സാരം. അതായത് ശബരിമലയിലെ വൈദ്യുതി ചെലവ് വർഷം 2.5 കോടി രൂപ കുറയ്ക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമായി 60 കോടി രൂപ ചെലവഴിക്കണം. KSEBയുടേത് വല്ലാത്തൊരു ഉപാധിയായിപ്പോയി. ഇനി ശബരിമല സോളാർ പദ്ധതി നടപ്പാക്കാനായി വൈദ്യുതി മന്ത്രിയും ദേവസ്വം മന്ത്രിയും ഇടപെടേണ്ടിയിരിക്കുന്നു. എല്ലാം ശരിയാക്കാനായി സർക്കാർ ഇടപെടുമോ? ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.